മലയാളികളുടെ പറുദീസയായിരുന്ന UAE ഇപ്പോഴും അങ്ങനെ തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ദുബായ് മാറിക്കഴിഞ്ഞു. അതിനോടൊപ്പം മറ്റ് എമിറേറ്റ്സുകളും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബിസിനസ് മേഖലയിൽ വെന്നിക്കൊടി പാറിച്ച നിരവധി മലയാളികളെ നമുക്കറിയാം. ഇതിനിടയിൽ സ്വപ്രയത്നത്തിലൂടെ വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിയെത്തിയ അധികം അറിയപ്പെടാത്ത ചില മലയാളികളുണ്ട്. ഇന്ന് ഞങ്ങളുള്ളത് ജോൺസൺ സാറിന്റെ ഷാർജയിലുള്ള വീട്ടിലാണ്. കേൾക്കാം ജോൺസൺ സാറിന്റെ വിശേഷങ്ങൾ. ഇന്നത്തെ നമ്മുടെ അതിഥി ബിസിനസ് എന്റർപ്രണർ എന്ന നിലയിൽ ജോൺസൺ ആസ്റ്റർ സാറാണ്. വളരെ സന്തോഷത്തോടെ സാറിനെ കരുതൽ വിഷനിലേക്ക് സ്വാഗതം ചെയ്തു. ബിസിനസ് എന്റർപ്രണർ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അല്ലെ തൊഴിൽദാതാവിൻ്റെ അവസ്ഥകൾ പറയുന്നതിന് മുമ്പ് ആദ്യമേ സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാറിൻ്റെ സ്ഥലം, പഠനം, അങ്ങനെ അതായത് ഈ ഒരു പ്രവാസ ലോകത്തേക്ക് എത്തിയ ഒരു സാഹചര്യം ഷോർട്ടായിട്ട് ഒന്ന് പറയാൻ പറ്റും? ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഞാൻ നാട്ടിലെ ഗവൺമെന്റ് സർവീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് അതിനുമുള്ള പഠനവും നാടും ഒക്കെ ഒന്ന് പഠനം. ഞാൻ എൻ്റെ സ്കൂളിങ് കുമ്പളം സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലാണ്. സെന്റ് മൈക്കിൾസിന്റെ KG മുതൽ അവിടെ KG ഡിവിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഹൈസ്കൂളിൽ വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പേരയം NSS കോളേജിൽ നിന്നാണ് ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ഫാത്തിമയിൽ പിന്നെ PDC ഉണ്ടായിരുന്നു. ഫാത്തിമ കോളേജിൽ എഞ്ചിനീയറിങ്ങിന് TKM-ല്, PG REC കാലിക്കറ്റിനാണ്. എഞ്ചിനീയറിംഗ് ഏതായിരുന്നു സബ്ജക്ട്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് BTech ചെയ്തു. അത് കഴിഞ്ഞ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളില്. അത് കഴിഞ്ഞ് തൊഴിൽ കിട്ടി. അത് കഴിഞ്ഞ് തൊഴിൽ 2-3 നാട്ടിൽ തന്നെ 3-4 സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ആദ്യം REC-യിൽ തന്നെ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തായിരുന്നു. അവിടെ എന്തൊക്കെ കഴിഞ്ഞ് ശരിക്കും REC-യിൽ ഞാൻ PhD-ക്ക് ജോയിൻ ചെയ്തു. അവിടെ പിന്നെ ചില ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അവിടെ ലെക്ചറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തു. അതിനുശേഷം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തു. കുറച്ചാൾ ടെൽക്കിൽ വർക്ക് ചെയ്തു. ടെൽക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ജോയിൻ ചെയ്തു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഗൾഫിൽ വന്നത്. ഇപ്പോൾ ഗൾഫിൽ എവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്നു? ഗൾഫിൽ മാത്രമാണോ അത് മറ്റെന്തെങ്കിലും രാജ്യങ്ങളിലുണ്ടോ? ഗൾഫിൽ മാത്രം ഉള്ളത് കൂട്ട വേറെ സ്ഥലങ്ങളിൽ ചെറിയ ബിസിനസ് ഉണ്ട്. അത് എൻ്റെ മോൻ്റെ സ്വന്തം ബിസിനസ്സാണ്. ഓക്കെ. അപ്പം ഗൾഫിലാണ് മെയിൻലി. ഗൾഫിൽ UAE-ല് ഷാർജ, അബുദാബി, ദുബായ്. ഷാർജ, അബുദാബി, ദുബായ്. എന്ത് ബിസിനസ് ആണ്? കോൺട്രാക്ടിങ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ. നന്നായിട്ട് പോകുന്നുണ്ട് ബിസിനസ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കൊല്ലംകാർ ഭാഷയല്ലേ? നന്നായിട്ട് പോകുന്നുണ്ട്. ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ചെറിയ ഇഷ്യൂസ് ബിസിനസ് ആകുമ്പോൾ അപ്പും ഡൗണും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇതിൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ള മാൻ പവർ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ കുറച്ച് പേരെ നമുക്ക് ലീവിനൊക്കെ വിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ബിസിനസ്സിൽ വരുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. മലയാളി തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് നമ്മൾ. ഒരു ബിസിനസ് എന്റർപ്രണറെ കേൾക്കാൻ പോവുകയാണ്. സാറിനും ഉണ്ടാകും കഷ്ടപ്പാട് അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ അതൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? തൊഴിലാളികളെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. മറ്റ് മേഖലകളിൽ ഒന്ന് പറയാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന തൊഴിലാളികൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. പക്ഷെ അത് നമുക്ക് ഒരാളിനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ആളിനെ വേണ്ട, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജോബ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോബാണ് എടുക്കുന്നത്. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. അതനുസരിച്ചുള്ള മാൻ പവർ ആയിരിക്കും നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ മൊബിലൈസ് ചെയ്യുന്ന മാൻ പവർ കൊണ്ട് പ്രോപ്പറായിട്ട് അവരുടെ ഔട്ട്പുട്ട് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പർ ടൈമിൽ തീരാൻ പറ്റില്ല. അപ്പം നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഫിനാൻഷ്യലി മാത്രമല്ല നമ്മുടെ റെപ്യൂട്ടേഷനൊക്കെ എഫക്ട് ചെയ്യുന്ന പല ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളത് നമ്മുടെ ഈ മാൻ പവറിൽ നിന്ന് വരുന്ന വീഴ്ചകളായിട്ടാണ് അത്. ഏറ്റവും കൂടുതൽ വീഴ്ചകൾ ഏത് രാജ്യക്കാരാണ്? സ്വന്തം നാട്ടുകാരുടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്വന്തം നാട്ടുകാരെ ഇപ്പൊ തൊഴിലാളികളുണ്ടോ? ഇല്ല. അതുകൊണ്ട് പിന്നെ സ്വന്തം നാട്ടുകാരെ ഇപ്പം കഴിവതും അവോയ്ഡ് ചെയ്യുകയാണ്.
അഥവാ ഇനി കുറെ പേര് തൊഴിലാതെ ഇവിടെ വരികയാണെങ്കിൽ സ്വീകരിക്കും. പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഇത് വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരു നേച്ചറിൽ വരുന്നവർ. പക്ഷെ പൊതുവെ നല്ല ആൾക്കാരും ഉണ്ട്. ഇപ്പം നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് എങ്ങനെ എടുക്കും? ഇപ്പം കഴിവതും ഇപ്പം ഞങ്ങളുടെ ജോബിൽ മിക്കവാറും മാൻ പവറിൻ്റെ ഇത് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. മിനിമം മാൻ പവർ എടുക്കുക, ബാക്കി ഇവിടെ ലേബർ സപ്ലൈ കമ്പനിയിൽ നിന്നൊക്കെ മൊബിലൈസ്. അതിന്റെ സമാധാനമുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും മറ്റ് സപ്ലൈ കമ്പനികളിൽ നിന്ന് ലേബേഴ്സിനെ എടുത്താണ് പണിയെടുക്കുന്നത്. അതെ അതെ, ലേബർ സപ്ലൈയിൽ നിന്ന് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയും കിട്ടും. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എടുത്താൽ മതി. ഈ കോവിഡിന് മുമ്പുള്ള UAE കോവിഡിന് ശേഷമുള്ള UAE അവിടുത്തെ ഈ ബിസിനസ് മേഖലയിലുള്ള താങ്കളും അല്ലെ സാറും അതൊന്നും പറയാം. കോവിഡിന് ശേഷം കോവിഡിന്റെ സമയത്ത് നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബേസിക്കലി ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അവിടെ എസ്പെഷ്യലി വർക്ക് ചെയ്ത സ്ഥലത്ത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിലൊക്കെ ഉള്ള ടീമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കോവിഡ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പറേഷന് ശരിക്കും എഫക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷനൊക്കെ അവിടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷനും കണ്ടിന്യൂസ് ഓപ്പറേഷനും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് വർക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? കൺട്രോൾസ് മിഡിൽ ഈസ്റ്റ്. അത് കോൺട്രാക്ടിങ് മാത്രമാണോ? IT മേഖല മറ്റെന്തെങ്കിലും മേഖല? നമുക്ക് IT ഡിവിഷൻ ഉണ്ട് അതിനകത്ത്. പിന്നെ വേറൊരു ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാം കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ IT എസ്പെഷ്യലി സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി എന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയാണ്, അല്ലാതെ ഈ ക്യാമറയും മറ്റും അല്ല. നെറ്റ്വർക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ ചെയ്യും. സാറിന്റെ നാട്ടിലെ കുടുംബം എന്ന് പറയുമ്പോൾ അപ്പച്ചൻ, അമ്മ അങ്ങനെയൊക്കെ വരുന്ന അവര് ഇവിടെ ഇപ്പോൾ സാർ താമസിച്ച് ഷാർജയിലാണ്. ഷാർജയിൽ ആരൊക്കെയുണ്ട്, അല്ലെ മക്കള് എവിടെയാണ്, ഒന്ന് പങ്കുവെക്കാൻ പറ്റും? എനിക്ക് 2 മക്കളാണല്ലോ. വൈഫ് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറാണ്. എന്തോ പേര്? വീര ജോൺസൺ. മക്കളുടെ പേര്? മക്കള് മൂത്താള് ജിസ്ബൽ ഐവൽ ജോൺസൺ, രണ്ടാമത്തെ ആള് ജുബില ഏഞ്ചല ജോൺസൺ. എന്ത് ചെയ്യുന്നു? മൂത്താള് US ഒരു സിസ്കോയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് മോള് ദുബൈയിലൊരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യാണ്. എന്ത് ജോബാ? ആർക്കിടെക്ട്. നാട്ടിലെ ചോദിച്ചിരുന്നു. നാട്ടില് അപ്പച്ചൻ, അമ്മ അങ്ങനെയുള്ള? അപ്പച്ചനും ഇല്ല, അമ്മ ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. അവരുടെ പേരൊക്കെ പറയാം, നാട്ടുകാർ അറിയണ്ടേ? അപ്പച്ചന്റെ പേര് അഗസ്റ്റസ്, അമ്മച്ചിയുടെ പേര് തങ്കമ്മ. രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ഇപ്പൊ നാട്ടില് എവിടെയാ താമസിക്കുന്നത്? കുമ്പളത്ത്. പിന്നെ അവിടെ ഇപ്പം എൻ്റെ അനിയൻ താമസിക്കുന്ന ആ വീട്ടില്. നാട്ടിൽ നിന്ന് ഈ പ്രവാസ ലോകത്തേക്ക് അല്ലെങ്കിൽ ഷാർജയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഓൾമോസ്റ്റ് 20 വർഷത്തോളമായി. 20 വർഷം. ഇവിടെ ഈ ബിസിനസ് കൂടാതെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനത്തിലോ മറ്റേതെങ്കിലും സംഘടനകളിലോ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം ഇവിടെ വന്നപ്പം ഒരു ഇറ്റാലിയൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. ഇറ്റാലിയൻ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇപ്പം നിലവിലില്ല. പിന്നെ വേറെ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഒരു അമേരിക്കൻ കമ്പനിയിലാണ്. അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 8-10 വർഷം ആവത്തുള്ളൂ. അതിനുമുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ബിസിനസ് അല്ല, സാറിന് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള? സാമൂഹിക മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇന്ത്യൻ അസോസിയേഷൻ ലൈഫ് മെമ്പറാണ്. പിന്നെ കൊല്ലം അസോസിയേഷനില്. അതിന്റെ ഫുൾ പേരെന്താണ്? കൊല്ലം അസോസിയേഷന്റെ? കൊല്ലം സേക്കില് എന്ത് മേഖലയാണ് പ്രവർത്തിക്കുന്നത്? സേക്കും ചാരിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഒരുപാട് നമ്മൾ ഈ പാവപ്പെട്ട കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, നിവൃത്തിയില്ലാത്തവരുടെ കുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള ചെലവുകളെല്ലാം നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇവിടെ നിന്നുള്ള ഫണ്ട്, പിന്നെ വേറെ മെഡിക്കൽ ഫീൽഡിലുള്ള കുറെ ചാരിറ്റബിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. നാടാണോ പ്രവാസ ലോകമാണോ ഇഷ്ടം? നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കോപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിവതും ഇവിടെ തന്നെ. എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ പോകുന്നുണ്ട്. എന്താണ് ഈ പ്രവാസ ലോകത്തെ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാര്യം? നാട്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെ ജീവിക്കാം എന്നൊക്കെ കരുതുന്നത് എന്തുകൊണ്ടാണ്? നാട്ടിലുള്ള ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ എൻ്റെ ഡിഫറെന്റ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഡിഫറെന്റ് ആണ്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ മാതിരി തന്നെയാണ്. ഇവിടെ നമുക്കിപ്പം
നാട്ടിൽ കൊല്ലത്തുനിന്ന് എറണാകുളത്ത് പോകുന്ന സമയം കൊണ്ട് ഉം. ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നാട്ടിലെത്താം. അപ്പൊ ഇത് ഉം. നാട്ടിലാണോ ഇവിടെയാണോ എന്ന് പറയുന്നതിലൊരു ഡിഫറൻസ് തോന്നുന്നില്ല അവിടെ. ഉം. പക്ഷെ ഇവിടെ ആകുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ, ഇവിടുത്തെ റോഡ്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതൊക്കെ വളരെ ഉം. ബെറ്റർ ആണ്. ഉം. നാട്ടില് അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ്. പ്രധാന നമുക്ക് ഘടകം. കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് പോകണമെങ്കിൽ ഉം. 4 മണിക്കൂർ എടുത്താലും പോകാൻ പറ്റില്ല. ഉം. ഇവിടെ നിന്ന് അബുദാബി പോകണമെങ്കിൽ 1 മണിക്കൂർ മതി. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ അല്ലേ? അതെ, അതാണ്. ചിലര് പറയുന്നത് നാടാണ് ഇഷ്ടം, അല്ലെങ്കിൽ അവിടുത്തെ അതെ. പച്ചപ്പുകള്, അവിടെ സൗഹൃദങ്ങള്. ഉം. പക്ഷേ അല്ല, പച്ചപ്പൊക്കെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഡെസേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല. ഉം. മിക്കവാറും എല്ലാ ഏരിയയിലും പച്ചപ്പും എല്ലാം ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ഏരിയകൾ എവിടെ നോക്കിയാലും മെജോറിറ്റി ഇപ്പം അവരത് ഗ്രീനറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ എനർജിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ഒരുപാട് വരുന്നു. ഈവൻ റോഡിൽ പോലും നമുക്ക് സോളാർ പാനൽ വെച്ചിട്ട് അതിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യും. അത് ഒരു ഗ്രീൻ എനർജിയുടെ ഒരു ലെവലിലേക്ക്. മാനുഷിക ബന്ധങ്ങൾ അവിടെയാണ് എവിടെയാണ് കൂടുതൽ, കുറച്ചുകൂടെ എങ്ങനെയാണ്? മാനുഷിക ബന്ധങ്ങൾ എല്ലാം രണ്ടിടത്തും ഒരുപോലെ തന്നെ. ഉം. വലിയ വ്യത്യാസമില്ല. ഇവിടെയുള്ള ശരിക്കും നമ്മൾ ഇവിടെയുള്ള ലോക്കൽസുമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ്. ഇവിടുത്തെ സിസ്റ്റംസും എല്ലാം അതുപോലെ വളരെ ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ സാറ് ഈ ബിസിനസ് എന്തുകൊണ്ട് ഇപ്പൊ ഇവിടെ എല്ലാ അല്ലെ, ഏകദേശം ഷാർജയിലുണ്ട്, ദുബായിലുണ്ട്, അബുദാബിയിലുണ്ടോ? അബുദാബിയിലുണ്ട്. ഇവിടെ എല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ട്. മകൻ മറ്റു രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സാറോ മകനോ അല്ലെങ്കിൽ ഈ പ്രവാസ ലോകത്തുള്ള ഭൂരിഭാഗം പേരും നാട്ടിലെ ഒരു ബിസിനസിനെ കുറിച്ച്, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നാട്ടില് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കുറച്ച് ഇതാണ്. നമ്മള് ഇവിടെ നാട്ടിലിപ്പോ ഞാനിപ്പോ ഓൾറെഡി ഒരെണ്ണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നെയിം ഒക്കെ രജിസ്റ്റർ ചെയ്തു. ഇവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ ഇതായിട്ടുണ്ടെങ്കിലും നമുക്ക് ഞാൻ പോലും ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോ എവിടെ പോയാലും എനിക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ സെർവർ ആക്സസ് ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും എല്ലാം പറ്റും. ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ആ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ വളരെ പുവറാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് മിക്കവാറും ഒക്കെ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആയി. അപ്പൊ ആ ഒരു ഫെസിലിറ്റി ഇനി ആയി വരാൻ, അതായത് നമുക്ക് കണക്ടിവിറ്റി. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നാടിലോട് തോന്നുന്നുണ്ടോ? പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഇത്ര കൂടുതലാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലല്ലോ. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും ഇവിടെ അങ്ങനെയില്ല. നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ ഇതുപോലെ സമരം ചെയ്യുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടെ ഓൾറെഡി ഞാനൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. എന്റെ ഓൾറെഡി നാട്ടില് സെയിം പേരിൽ തന്നെ വരണം. സാറ് ഇപ്പോഴും നാട്ടില് റിട്ടയർ ആയോ? റിട്ടയർ ആയി. എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലായിരുന്നു വർക്ക് ചെയ്ത്. ലീവ് എടുത്തായിരുന്നു ഇവിടെ വന്നത്. ഇപ്പൊ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. നമ്മുടെ സാറ്, എനിക്ക് തോന്നുന്നു സാറിന് തുറന്നു പറയാൻ ഒരു മടിയുണ്ട്. സാറ് പറഞ്ഞതാണ് പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഒരു എന്റർപ്രണർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ UAE വന്നപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടെയുള്ള ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാ നാട്ടിലും ഉണ്ടാവാം. ഏതായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ പിടിച്ചു നിന്ന് ഇപ്പോഴും കോവിഡ് കാലം ഒന്നും ബാധിച്ചില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അനേകരെ ബാധിച്ചു. കാരണം കോവിഡ് കാലത്ത് അനേകർ വീണുപോയെങ്കിലും IT മേഖല ആയതുകൊണ്ടും കോൺട്രാക്ട് ആയതുകൊണ്ടും കോവിഡ് കാലം വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഇപ്പോഴും ഏകദേശം സുതാര്യമായി തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നു. ഏതായാലും ഞങ്ങളുടെ പ്രേക്ഷകരോട്, മലയാളികളാണ്, സാറിന് എന്താണ് പറയാനുള്ളത്? ഗൾഫിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടത്തെ രീതിയായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ വരണം. അല്ല ഇവിടെ രീതി ഒന്ന് പറയാമോ? അല്ല, ഇവിടത്തെ ക്ലൈമറ്റും ഇവിടത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഒക്കെ നമ്മുടെ നാട്ടില് ഫുഡ് ബാധിക്കുന്നുണ്ടോ, അക്കോമഡേഷൻ ബാധിക്കുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ആണോ? ടൈമിങ് നമ്മളിവിടെ ടൈമിങ് 8 മണിക്ക് ഒരു വർക്ക് തുടങ്ങുന്ന വെച്ചാൽ കറക്റ്റ് 8 മണിക്ക് തന്നെ. അവിടുത്തെ പോലെ 8 മണി പറഞ്ഞ് 9 മണിക്ക് പറ്റില്ല. ടൈമിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് ചൂട്, തണുപ്പൊക്കെ മിതമായിട്ട് വരാം. അതെ. ഫുഡ് താമസം കുഴപ്പമില്ല. താമസമൊക്കെ കുഴപ്പമില്ല. നല്ല താമസം അല്ല, അത് ചില സ്ഥലങ്ങളിലൊക്കെ ലേബർ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മളിപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന മാതിരി ലേബർ അക്കോമഡേഷനിൽ താമസിക്കാൻ പറ്റത്തില്ല. അതിൻ്റെതായ ഇഷ്യൂസ് ഒക്കെ വരണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരേണ്ടത്. അത് ഞാൻ കോളേജ് കഴിയുന്ന സമയത്ത് തന്നെ ഒരു കേബിൾ, അതായത് എർത്തിങ് കേബിളിങ്ങിന്റെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങാനായിട്ടുള്ളൊരു ട്രൈ ചെയ്തിരുന്നു.
പക്ഷെ അതിന് അപ്രൂവൽ കിട്ടാഞ്ഞതുകൊണ്ട് പിന്നെ അത് പോയി. അതായിരുന്നു ആക്ച്വലി സ്റ്റാർട്ടപ്പിൻ്റെ ഉള്ള. പിന്നെ ഞങ്ങൾ വേറെ സോഫ്റ്റ്വെയർ സൈഡിലൊരു ബിസിനസ് തുടങ്ങി. അത് അറബിക് ഇൻ്റർഫേസ് ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഇവിടെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. യു എയിൽ എനിക്ക് തോന്നുന്നു റെൻ്റ് എ കാർ ബിസിനസ്സിൽ ആദ്യത്തെ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇവിടെ അറബിക് ഇൻ്റർഫേസ് ഒക്കെ ഉള്ളത് ചെയ്ത്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത നാട്ടിലുള്ള പാർട്ട്നേഴ്സായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വൈൻഡപ്പ് ചെയ്തേണ്ടി വരും. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത സാറാണോ അതോ സാർ അതെ, തന്നെ? അതെ. അതിൻ്റെ ഇവിടുത്തെ സാധ്യതകളൊക്കെ പഠിച്ചതും അതിന് ടീമിനെ കണ്ടുപിടിച്ചതും ഇവിടെ നിന്നുമായിട്ടുള്ള ഇൻ്റർഫേസിങ് എല്ലാം ഞാൻ തന്നെ ചെയ്ത്. പിന്നെ അവിടെ നിന്നുള്ള ടെക്നിക്കൽ ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് കോറൊക്കെ ഈ കോർ IT ഫീൽഡിലുള്ള ആൾക്കാരെ വിസിറ്റിലൊക്കെ കൊണ്ടുവന്നൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ സോഫ്റ്റ്വെയർ ഇവിടെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു. നമ്മുടെ വേറെ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് വന്ന ഒരു സെറ്റ് ബാക്ക് കാരണം പിന്നെ അത് ആക്ച്വലി ആ കമ്പനി ക്ലോസ് ചെയ്തെങ്കിലും ഇപ്പോഴും അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ലിസ്റ്റ് കിടപ്പുണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പേ നോക്കിയപ്പോഴും ആ ലിസ്റ്റിൽ വൈൻഡപ്പ് ചെയ്ത കമ്പനിയായിട്ട് കാണിക്കുന്നുണ്ട്. സാർ ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാവനാടാണ് വീടുള്ളത്. പക്ഷെ ഞങ്ങൾ എറണാകുളത്തേക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു വീട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാവനാട് എന്ന് പറഞ്ഞ ആണല്ലോ. അതെ. അതിപ്പോ എന്താ ഈ കാവനാടോട്ട് താമസം മാറാൻ കാര്യം? കാവനാട് വൈഫ് ഹൗസ് ശക്തികുളങ്ങരയാണ്. അപ്പോൾ വൈഫ് ഹൗസിനോട് അടുത്തുള്ള അവരുമായിട്ട് ഞങ്ങൾ പോകുമ്പോഴൊക്കെ മിക്കവാറും അവിടെ വൈഫ് ഹൗസിലായിരിക്കും. വൈഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. വൈഫിന്റെ ഫാദർ ജോസഫ് ബാബു ഫ്രാൻസിസ്, പുള്ളി ഗൾഫിൽ ആയിരുന്നു. ഒരു 10-35 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. അഡ്ഗ്യാസിൽ വർക്ക് ചെയ്യായിരുന്നു. പുള്ളിക്ക് 1-2 ബിസിനസ്സുകളൊക്കെ നേരത്തെ മുതലുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഐസ് പ്ലാന്റ്, അങ്ങനെ 2-3 പ്ലാന്റുകളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. റെന്റിനൊക്കെ സബ്ലെറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ഉണ്ട്. വൈഫിന്റെ മദർ വില്ലർമി ഫ്രാൻസിസ്. ഇത് 2 കോബ്രദേഴ്സാണുള്ളത്. എൻ്റെ വൈഫ് വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ്. രണ്ടാമത്തെ ആള് വിനിത. എൻ്റെ ഹസ്ബൻഡ് ലോറൻസ് ഹറോൾഡ്. പുള്ളി ഇപ്പോൾ ലാസ്റ്റ് മത്സ്യഫെഡിൽ MD ആയിരിക്കുമ്പോഴാണ് റിട്ടയർ ചെയ്തത്. പിന്നെ അതിലുള്ള ആള് വയലറ്റിൻ്റെ ഹസ്ബൻഡും ഇവിടെ തന്നെ ഉണ്ട്, ഡോക്ടറാണ്. ദുബൈയിൽ മാസ്റ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. കരുതൽ വിഷനിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൺട്രോൾസ് മിഡിൽ ഈസ്റ്റിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺസൺ അഗസ്റ്റിൻ സാറിന്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും കരുതൽ ന്യൂസിന്റെയും കരുതൽ വിഷന്റെയും കരുതൽ റേഡിയോയുടെയും പേരിൽ നേരുകയാണ്.